Good morning. Today we are discussing temperature entropy diagram. When we are discussing about a gas system, we are using four thermodynamic variables. One is pressure, second one is volume, third one temperature, and fourth one entropy. പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും രണ്ട് വേരിയബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ രണ്ട് വേരിയബിളും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻ ഓർഡർ ടു റെപ്രസെന്റ് എ ഗ്യാസ് സിസ്റ്റം ഓർ ഇൻ ഓർഡർ ടു റെപ്രസെന്റ് എ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ്, വി നീഡ് ഓൺലി ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. പ്രഷറും വോളിയം ആവാം, ടെമ്പറേച്ചറും എൻട്രോപ്പി ആവാം, പ്രഷറും ടെമ്പറേച്ചറും ആവാം, വോളിയം എൻട്രോപ്പി ആവാം. അങ്ങനെ ഇതിൽ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം മതി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ തുടക്കം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡയഗ്രാം ആയിരുന്നു പ്രഷർ വോളിയം ഡയഗ്രാം, അല്ലെങ്കിൽ PV ഡയഗ്രാം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ആ ഒരു ലൈൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയവും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ പോയിന്റിലും എന്താണ് പ്രഷർ, എന്താണ് വോളിയം എന്ന് നമുക്ക് ആ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ പ്രഷറും വോളിയം അറിയാമെന്നുണ്ടെങ്കിൽ ഫ്രം ദർ വി ക്യാൻ ഫൈൻഡ് ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി. അപ്പോൾ ഒരു സിസ്റ്റത്തിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഒരു ഗ്രാഫ് കിട്ടിയാൽ മതി. ഇൻ ദാറ്റ് ഗ്രാഫ് ഏതെങ്കിലും ഒരു വേരിയബിൾ എക്സ് ആക്സിൽ എടുക്കുക, മറ്റേ വേരിയബിൾ വൈ ആക്സിൽ എടുക്കുക. അങ്ങനെ പ്രഷറും വോളിയവും എടുക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ PV ഡയഗ്രാം എന്ന് പറയുക. അങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും എടുക്കാം, വേണമെങ്കിൽ എൻട്രോപ്പിയും പ്രഷറും എടുക്കാം, വേണമെങ്കിൽ എൻട്രോപ്പിയും വോളിയും എടുക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചറും വോളിയും എടുക്കാം, ടെമ്പറേച്ചർ എൻട്രോപ്പി എടുക്കാം. അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പക്ഷേ സാധാരണ നമ്മൾ രണ്ട് തരത്തിലുള്ള ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് PV ഡയഗ്രാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എന്ന് പറയുക. ഇൻ ദാറ്റ് ഡയഗ്രാം ഓർ ഇൻ ദാറ്റ് ഗ്രാഫ് വി ആർ taking entropy along x-axis and temperature along y-axis. So what is temperature entropy diagram or what is TS diagram? TS diagram എന്നാണ് നമ്മൾ സാധാരണ പറയുക. ടെമ്പറേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ T എന്ന് പറയുന്ന സിമ്പിളും എൻട്രോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ S എന്ന് പറയുന്ന സിമ്പിളുമാണ് ഉപയോഗിക്കാറ്. സോ വി ആർ സെയിങ് ദിസ് as TS diagram. What is TS diagram means? ഈ ഡയഗ്രത്തിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഇൻ ദ എക്സ് ആക്സിസ് വി ആർ റെപ്രസെൻറ്റിംഗ് ഓർ വി ആർ പ്ലോട്ടിംഗ് എൻട്രോപ്പി, ആൻഡ് ഇൻ വൈ ആക്സിസ് വി ആർ പ്ലോട്ടിംഗ് ടെമ്പറേച്ചർ. ആൻഡ് ഇഫ് വി ആർ അനലൈസിംഗ് ദാറ്റ് ഗ്രാഫ് വി ക്യാൻ find or we will get the information about the state of the gas system. അപ്പോൾ ഈ രണ്ട് ടെമ്പറേച്ചർ എൻട്രോപ്പി എന്ന് പറയുന്ന രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? മറ്റ് രണ്ട് വേരിയബിളായ പ്രഷറും വോളിയം കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെയും അഡയബാറ്റിക് പ്രോസസ്സിൻ്റെയും TS ഡയഗ്രമാണ്. ഐസോതെർമൽ പ്രോസസ്സ് നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് TS ഡയഗ്രാം ഓഫ് ഐസോതെർമൽ പ്രോസസ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയാം, അല്ലേ? കാരണം അവിടെ വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ വാല്യൂ എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് സിമിലർലി അഡയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ വീണോ അഡയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് TS ഡയഗ്രാം വിൽ ബി പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ വാല്യൂ അല്ലെങ്കിൽ എൻട്രോപ്പി വാല്യൂ എന്ന് പറയുന്നത് ആ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ദ പ്രോസസ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ TS ഡയഗ്രാം ഓഫ് ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക് പ്രോസസ്. ഇതുപോലെ തന്നെ നമുക്ക് ഐസോകോറിക് പ്രോസസ്സിൻ്റെയും ഐസോബാറിക് പ്രോസസ്സിൻ്റെയും ഒക്കെ നമുക്ക് വരയ്ക്കാം. അത് നിങ്ങളൊന്ന് നോക്കുക. ഐസോകോറിക് പ്രോസസ്സിൻ്റെ എങ്ങനെയാണ്, ഐസോബാറിക് പ്രോസസ്സിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ TS ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ. യു നോ വാട്ട് ഈസ് എ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർനോട്ട് സൈക്കിൾ എന്ന് വെച്ചാൽ അവിടെ 4 പ്രോസസ്സാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, നെക്സ്റ്റ് അഡയബാറ്റിക് എക്സ്പാൻഷൻ, ദെൻ ഐസോതെർമൽ കംപ്രഷൻ, ദെൻ അഡയബാറ്റിക് കംപ്രഷൻ. So we know that the Carnot cycle consisting of 2 isothermal and 2 adiabatic process. So here first adiabatic process isothermal process we can represent with the line AB. That isothermal process ആണ്. So that will be parallel to the x-axis. അപ്പോൾ AB എന്ന് പറയുന്നതാണ് അവിടെ ഐസോതെർമൽ പ്രോസസ്സ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടെമ്പറേച്ചർ T1. ഇപ്പോൾ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നടക്കുന്നു, അതാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. സോ ഹിയർ ദാറ്റ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ TS ഡയഗ്രാം എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാം.
ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ്, അതൊരു ഹയർ ടെമ്പറേച്ചറാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത് അവിടെ. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ അഡിയാബാറ്റിക് പ്രോസസ്. അതിന് BC എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുകയെന്ന്. ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ സോഴ്സിൻ്റെ ടെമ്പറേച്ചറിൽ നിന്ന് എന്തിൻ്റെ ടെമ്പറേച്ചറിലേക്ക്, സിങ്കിൻ്റെ ടെമ്പറേച്ചറിലേക്ക് താഴും. അപ്പോൾ സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. അപ്പോൾ അതായത് ലോവർ ടെമ്പറേച്ചറിലേക്കായിരിക്കും വരിക. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ് അഡിയാബാറ്റിക് പ്രോസസ് ഓർ ദ അഡിയാബാറ്റിക് expansion as a line parallel to y-axis. And third one is an isothermal compression. In the case of isothermal compression, you know that it is happening at a lower temperature T2. അപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നടക്കുന്ന ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഈസ് പാരലൽ ടു x-axis. സോ വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് വിത്ത് എ ലൈൻ CD. അപ്പോൾ AB ഹയർ ടെമ്പറേച്ചറിലാണ്, അതാണ് ആ y-axisൽ മുകളിൽ വരുന്നത്. DC എന്ന് നടക്കുന്ന T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അത് ലോവർ ടെമ്പറേച്ചറാണ്, അതുകൊണ്ടാണത് താഴെ വരച്ചിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് പ്രോസസ് ഈസ് അഡിയാബാറ്റിക് കംപ്രഷൻ, ദാറ്റ് ഈസ് DA. അപ്പോൾ DA എന്ന് പറയുന്നതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. T2 എന്ന് പറയുന്ന ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് T1 എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചറിലേക്ക്, അല്ലെങ്കിൽ സിങ്കിൻ്റെ ടെമ്പറേച്ചറിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് വീണ്ടും സോഴ്സിൻ്റെ ടെമ്പറേച്ചറിലേക്ക് പോകും. സോ ദാറ്റ് വി ആർ റെപ്രസെൻറ്റിംഗ് വാസ് എ ലൈൻ പാരലൽ ടു y-axis. സോ വി ആർ റെപ്രസെൻറ്റിംഗ് ദാറ്റ് അഡിയാബാറ്റിക് കംപ്രഷൻ ബൈ എ ലൈൻ DA. ഇതാണ് നമ്മുടെ TS ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കണം. ഈ കാർനോട്ട് സൈക്കിളിലെ ഉള്ള കാർനോട്ട് എഞ്ചിൻ്റെ വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ PV ഡയഗ്രത്തിൽ വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, നമ്മൾ കാർനോട്ട് എഞ്ചിൻ പറയുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് വി ആർ ഫൈൻഡിങ് ഇറ്റ് ത്രൂ TS ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഐസോതെർമൽ എക്സ്പാൻഷനിൽ എന്താ സംഭവിക്കാമെന്നറിയാം. ഐസോതെർമൽ എക്സ്പാൻഷനിൽ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുക, വർക്കിംഗ് സബ്സ്റ്റൻസ് എൻട്രോപ്പി ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എൻട്രോപ്പി ഗെയിൻ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് ദാറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ നമുക്ക് പറയാം. അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ എൻട്രോപ്പി S1 ആയിരുന്നു അറ്റ് ദ പോയിന്റ് A, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ അറ്റ് ദ പോയിന്റ് B, വാട്ട് ഈസ് എൻട്രോപ്പി? എൻട്രോപ്പി എന്ന് പറയുന്നത് S2 ആണ്. സോ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് S2 മൈനസ് S1 ആണ്. സോ ഡ്യൂറിങ് ദാറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ the working substance gains an entropy. അല്ലെങ്കിൽ ഓക്കെ ദാറ്റ്സ് എനഫ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ആ എൻട്രോപ്പി എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടും, അതിൻ്റെ ഡിസ്റ്റർബൻസ് കൂടും. അതായത് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഗെയിൻസ് ദൻ എൻട്രോപ്പി. ദാറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ക്യാൻ ബി ടേക്കൺ ആസ് S2 മൈനസ് S1. അപ്പോൾ ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് സോഴ്സിൽ നിന്ന് ആ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q1 ആണ്, isn't it? And the process is happening at the temperature T1. So we can find entropy as Q by T, അല്ലേ? അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഡിവൈഡ് ബൈ ദ ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ്സിലെ എൻട്രോപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ചേഞ്ച് ഇൻ എൻട്രോപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ദ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ഓർ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, ഇവിടെ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് Q1 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി S2 മൈനസ് S1 as Q1 ഡിവൈഡ് ബൈ T1. ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുകൊണ്ട് ഇരിക്കട്ടെ. BC എന്ന് പറയുന്ന പ്രോസസ്സിൽ അറിയാം അത് ഒരു അതൊരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ആ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇല്ല. സോ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഐസോതെർമൽ കംപ്രഷൻ, ദാറ്റ് ഈസ് CD. അപ്പോൾ ഈ CD എന്ന് പറയുന്ന ഐസോതെർമൽ കംപ്രഷനിൽ ഹീറ്റ് എനർജി എന്താ ചെയ്യുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, സിങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സിങ്കിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി കുറയുകയാണ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി. ആ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം, ഇവിടെ ഹീറ്റ് എനർജി ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, Q2 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടെമ്പറേച്ചർ T2. സോ വി ക്യാൻ സേ ദാറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ദാറ്റ് ഈസ് S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ T2 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. So I am writing that first equation once more here, S2 minus S1 equal to Q1 by T1, and the second equation is S2 minus S1 equal to Q2 divided by T2. It's okay. അപ്പോൾ ഈ കാർനോട്ട് സൈക്കിളിന്റെ വർക്ക് ഡൺ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ TS ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് Q1 equal to T1 into S2 minus S1, isn't it? S2 minus S1 is equal to Q1 divided by T1. So I am moving that T1 from right hand side to the left hand side, or from the denominator to the numerator. Then we will get Q1 equal to T1 into S2 minus S1. Let it is equation number 3. Similarly, from the second equation I can write Q2 equal to T2 into S2 minus S1. Let it is equation number 4. So here what I am going to do is I am going to subtract
ഇക്വേഷൻ 3 ഫ്രം ഇക്വേഷൻ 4 ആണ് ഞാൻ അവിടെ എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു ടൈപ്പിംഗ് എറർ അവിടെ വന്നു, സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് PPT ഞാൻ അയച്ചു വരുമ്പോൾ അത് മാറ്റാം. ഇക്വേഷൻ 4-5 അല്ല, ഇക്വേഷൻ 3-4 ആണ്. അപ്പോൾ അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ Q1 - Q2 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ T1 × S2 - S1 ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ. സെക്കൻഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് T2 × S2 - S1 ആണ്. സോ ഐ ആം റൈറ്റിംഗ് Q1 - Q2 equal to T1 × S2 - S1 minus T2 × S2 - S1. In the right hand side, in both times, S2 - S1 is there. So I can take that S2 - S1 outside. The remaining will be T1 in the first time and the remaining will be T2 in the second time. So I can write that is equal to T1 - T2 into S2 - S1. That is Q1 - Q2. Okay. But we know that ഒരു കാർനോട്ട് എഞ്ചിനെ സംബന്ധിച്ചോളം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? Q1 - Q2 ആണ്. isn't it? Q1 എന്ന് വെച്ചാൽ that is the heat energy absorbed from source. Q2 is the heat energy rejected to the source. So the work done is equal to Q1 - Q2. So that work done can be written as T1 - T2 into S2 - S1. So from TS diagram we can find the work done of Carnot cycle, that is equal to T1 - T2 into S2 - S1. Okay, that is about the work done in Carnot cycle. ഈ വർക്ക് ഡൺ വേറൊരു തരത്തിൽ നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. What I am going to do is I am going to find what is the area of TS diagram. ഒരു കാർനോട്ട് സൈക്കിളിന്റെ TS ഡയഗ്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ യു നോ ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഹിയർ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? AB ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് BC എന്ന് എടുക്കാം. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. CD എന്നും AD എന്നും എടുത്താലൊന്നും കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ AB അല്ലെങ്കിൽ DCയുടെ ലെങ്ത് നോക്കുകയാണ്. അതായത് Y ആക്സിസിൽ അതിൻ്റെ ലെങ്ത്. ആ B എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ C എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്ന X വാല്യൂ എന്ന് പറയുന്നത് S2 ആണ്. A എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്ന S വാല്യൂ അത് S1 ആണ്. അപ്പോൾ ആ AB എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? S2 - S1 ആയിരിക്കും. നമുക്കറിയുന്ന കാര്യമാണ്. Then we are going to find the breadth of the rectangle ABCD. അതായത് DA എന്ന് പറയുന്ന ആ ബ്രെഡ്ത്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. A എന്ന് പറയുന്നതിൻ്റെ Y പോയിന്റ് എത്രയാണ്? T1 ആണ്. D എന്ന് പറയുന്നതിൻ്റെ Y ആക്സിസ് വാല്യൂ എത്രയാണ്? T2 ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ breadth of the triangle or rectangle, that AD is equal to, we can write that is equal to T1 - T2. So we got what is length of the rectangle, that is S2 - S1. What is the breadth? That is equal to T1 - T2. So we are going to find what is the area. Area എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് S2 - S1 into T1 - T2 അല്ലെങ്കിൽ T1 - T2 into S2 - S1. That is the area of the rectangle. But you know what is the work done? Work done എന്താണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച ഇക്വേഷൻ 5 നിന്ന് that work done W is equal to T1 - T2 into S2 - S1. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ TS ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ആ കാർനോട്ട് സൈക്കിളിൻ്റെ വർക്ക് ഡൺ ആണ് എന്ന് മനസ്സിലാക്കാം. സോ വർക്ക് ഡൺ ഡ്യൂറിങ് എ റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് TS ഡയഗ്രാം എന്ന് നമുക്ക് പറയാം. ഇതിനു മുമ്പ് നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. PV ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വർക്ക് ഡൺ തന്നെയാണ്. ഇസ്ന്റ് ഇറ്റ്? ഇന്റഗ്രൽ PdV is equal to work done എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ PdV എന്ന് വെച്ചാൽ that is the area of PV diagram. So here we can find that the area of TS diagram also represents the work done of Carnot cycle here, isn't it? അപ്പോൾ area of TS diagram എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we can say that is the work done. So next we are going to find the efficiency of a Carnot engine. Efficiency എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് വരാം. ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? Q1 ആണെന്ന് നമുക്കറിയാം. isn't it? ആ Q1 എന്താണെന്നുള്ളത് മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. Q1 equal to T1 into S2 - S1. ആൻഡ് Q2 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് ആണ്. പക്ഷേ നമുക്ക് W എന്ന് പറയുന്നത് Q1 - Q2 ആണെന്നറിയാം. ആ Q1 - Q2 എന്താണ് എന്നുള്ള വർക്ക് ഡൺ എന്താണെന്നുള്ളത് നമ്മളിവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്. T1 into T2 T1 - T2 sorry for the distraction. Okay, W equal to Q1 - Q2, that is equal to T1 - T2 into S2 - S1. We know that equation number 5. അപ്പോൾ from equation number 3 we can find that Q1 equal to T1 into S2 - S1, and from equation number 5 we already know that work done is equal to Q1 - Q2, which is equal to T1 - T2 into S2 - S1. But we know what is the efficiency. Efficiency എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്, isn't it? അതായത് W divided by Q1 അല്ലെങ്കിൽ Q1 - Q2 divided by Q1 എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല.
So that efficiency equal to Q1 minus Q2 divided by Q1, and we know what is Q1 minus Q2, that is T1 minus T2 into S2 minus S1, and we know what is Q1, that is equal to T1 into S2 minus S1. So S2 minus S1 is there in numerator and denominator. We can cancel that. So the efficiency will be equal to T1 minus T2 divided by T1, which is equal to T1 minus T2 by T1 ന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 1 minus T2 by T1 എന്നെഴുതാം, which is the efficiency, isn't it? So from this TS diagram, we are trying to find the efficiency of the Carnot cycle. ഇതെന്ന് പറയുന്നത് എന്താ? മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച അതേ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ തന്നെയാണ്. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ ചെയ്യുക. അതല്ലാതെ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ യൂസിങ് TS ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്ന് എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി പറയുന്നു. വളരെ കുറച്ച് കാര്യം എടുത്തിട്ടുള്ളൂ. TS ഡയഗ്രാം എന്താണെന്ന് എടുത്തു. ഐസോതെർമൽ പ്രോസസ്സിന്റെ അഡിയാബാറ്റിക് പ്രോസസ്സിന്റെയും TS ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. TS ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ പറഞ്ഞു. വർക്ക് ഡൺ ഇൻ കാർനോട്ട് സൈക്കിൾ TS ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് TS ഡയഗ്രം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണെന്ന് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചു. പിന്നെ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ TS ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.